ഓപ്പറേഷൻ തുഫാൻ ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. കേരളത്തിലെ യുവശക്തിയെ തകർക്കാൻ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി സജീവമാണ്. നമ്മുടെ കൊച്ചുകുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഈ മയക്കുമരുന്നിന് ഇരകളാവുകയാണ്. ജീവിതമാണ് ലഹരി എന്ന് കണ്ടുകൊണ്ട് ദൈവം തന്ന ഈ ജന്മം പാഴാക്കി കളയാൻ ആരും ശ്രമിക്കാൻ പാടില്ല. ഇന്ന് വ്യാപകമായി കേരളത്തിൽ മയക്കുമരുന്നിന് ഉപയോഗം നടക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് ഞാൻ എറണാകുളത്ത് വന്നത്. ഞാൻ വന്നപ്പോൾ എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നൽകിയ ആദ്യത്തെ വാർത്ത, എറണാകുളം റൂറൽ പോലീസ് ജില്ല, ഞങ്ങൾക്ക് പോലീസിൽ 2 ജില്ലയാണ്, ഒന്ന് സിറ്റി ആൻഡ് റൂറൽ ജില്ലയിൽ നിന്ന് 18 കോടി രൂപയുടെ മയക്കുമരുന്ന് ഒരാളിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു എന്ന വാർത്തയാണ്. 18 കോടി രൂപ വില വരുന്ന മയക്കുമരുന്ന് ഒരാളുടെ കയ്യിൽ. അയാൾ താമസിച്ച് എവിടെയാണെന്നറിയോ? പോലീസ് ACP താമസിച്ചിരുന്ന അടുത്ത ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇത്രയും കാലം പോലീസിൻ്റെ ഒരു സംരക്ഷണം അവിടെ ഉണ്ടല്ലോ, പോലീസിൻ്റെ ACP താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട്. അത്ര ബുദ്ധിപൂർവ്വമാണ് അവർ പ്രവർത്തിക്കുന്നത്. പോലീസ് ACP, പെരുമ്പാവൂർ ACP താമസിക്കുന്ന സ്ഥലത്ത് ആ ഫ്ലാറ്റിൽ മറ്റൊരു ഫ്ലാറ്റിൽ അയാൾ താമസിക്കുകയായിരുന്നു. അയാളുടെ കയ്യിൽ നിന്നാണ് 18 കോടി രൂപ വില വരുന്ന സാധനം പോലീസ് പിടികൂടിയത്. മറ്റൊരു വാർത്ത 8 മണിയായപ്പോൾ എനിക്ക് കിട്ടി. കാസർഗോഡ് ഒരു സ്ഥലത്ത് ഒരു ക്ലീനിങ് മെറ്റീരിയൽ സൂക്ഷിക്കുന്ന ഒരു ഫാക്ടറി, ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിക്കകത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന മുട്ടായി, വർണ്ണക്കടലാസിൽ പൊതിഞ്ഞുള്ള മുട്ടായി പോലീസ് പിടിച്ചു. 10-50 ചാക്കുകൾ പിടിച്ചു. പിടിച്ച് നോക്കിയപ്പോൾ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മുട്ടായിയാണ്. പക്ഷെ അത് മുട്ടായി അല്ല, ഈ മയക്കുമരുന്ന് ഉണ്ടാക്കി അത് മുട്ടായിയുടെ രൂപത്തിലാക്കി വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് കുട്ടികൾക്ക് വിതരണം ചെയ്യാനുള്ള കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്ന ഇൻഗ്രീഡിയൻസാണ് ഇതിനുപയോഗിക്കുന്നത്. പോലീസ് ശക്തമായി പിടിച്ചു. വിദ്യാർത്ഥികൾക്കോ അല്ല രക്ഷകർത്താക്കൾക്കോ മാതാപിതാക്കൾക്കോ അറിയില്ല കുട്ടി മുട്ടായി തന്നെയാണ്. പക്ഷെ മുട്ടായി അല്ല തിന്നുന്നത് ഈ ലഹരി പദാർത്ഥമാണ്. അറിയില്ല, കുട്ടികൾക്കും അറിയില്ല. ഓരോ കുട്ടികൾ കൊണ്ട് കൊടുക്കും, ആ ലഹരി ഇങ്ങനെ മയങ്ങിയിരിക്കും കുട്ടികളുടെ ക്ലാസ്സിൽ. അത് കണ്ടിട്ടാണ്, ഇത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിച്ച് ചെന്നപ്പോഴാണ് ഇവിടെ 100 കണക്കിന് ചാക്കുകളിൽ ഈ മയക്കുമരുന്ന് വെച്ച് മുട്ടായി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഫാക്ടറി ഇന്നലെ പോലീസ് കണ്ടെത്തി. ആ മുഴുവൻ പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ഞാൻ ഈ 2 ഉദാഹരണം പറഞ്ഞ് 2 അല്ല, എല്ലാ ദിവസവും കഴിഞ്ഞ 1 മാസമായി, ഏകദേശം 1 മാസം ഓപ്പറേഷൻ തുഫാൻ നടത്തുകയാണ്. അതിനിടയിൽ തന്നെ 3000-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു, ധാരാളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. മൊത്തം ഏതാണ്ട് 10, ഇന്നലത്തെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10-40 കോടി രൂപയുടെ സാധനം ഇതിനകം പിടിച്ചെടുത്തു. നിങ്ങൾ ആലോചിക്കണം, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഈ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ആരെ ലക്ഷ്യം വെച്ചാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ക്യാച്ച് ദം യങ്, ചെറിയ പ്രായത്തിൽ കുട്ടികളെ മയക്കുമരുന്നിന് അടിമകളാക്കുന്നു. ഇതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണ്ടേ? വാസ്തവത്തിൽ ഈ പദ്ധതി ഞാൻ ആരംഭിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഫോൺ കോളുകൾ, കത്തുകൾ വരുന്നത് നമ്മുടെ അമ്മമാരുടെ കയ്യിൽ നിന്നാണ്. അമ്മമാരാണ് വീടുകളിൽ ഈ പ്രയാസം അനുഭവിക്കുന്നത്. മക്കളെ സ്കൂളിൽ വിടുന്നു, കോളേജിൽ വിടുന്നു, തിരിച്ചു വരുന്ന കാത്തിരിക്കുമ്പോൾ ഇവർ ഈ മയക്കുമരുന്നിൻ്റെ അടിമകളായി മാറുന്ന ഏറ്റവും ദുസ്സഹമായ അവസ്ഥ കേരളത്തിൽ ഇന്ന് വ്യാപകമാണ്. പോലീസിൻ്റെ ഇൻ്റലിജൻസിൻ്റെ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പദ്ധതി തുടങ്ങാൻ ആരംഭിച്ചത്. ഈ പദ്ധതിക്ക് 3 ഘടകങ്ങളാണ്. ഒന്ന്, തുഫാൻ സ്ട്രൈക്ക്. പോലീസ് അതിശക്തമായി ഇത്തരം മയക്കുമരുന്ന് വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും.
അതാരായാലും അറസ്റ്റ് ചെയ്യും. അതിനകത്തൊന്നും യാതൊരു വ്യത്യാസവുമില്ല. അതിനകത്ത് ഒരാളുടെയും റെക്കമെൻഡേഷൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇതിനകത്ത് ആരെങ്കിലും സഹായിക്കാനോ മറ്റിടപെടൽ നടത്തുകയും ചെയ്താൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. പോലീസ് ശക്തമായി കേരളത്തിൽ, ഞാൻ പോലീസിന് സത്യത്തിൽ അഭിനന്ദിക്കുകയാണ്. കേരളത്തിൽ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഇന്ന് ഓപ്പറേഷൻ തുഫാൻ്റെ കാര്യത്തിൽ കേരള പോലീസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അഭിമാനപൂർവ്വം പറയാൻ കൂടി അവസരം ഞാൻ വിനിയോഗിക്കുന്നു. രണ്ടാമത്തേതാണ് ഇന്ന് ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന, ഇന്ന് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ വെച്ച് സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഓപ്പറേഷൻ തുഫാൻ്റെ തുഫാൻ കെയറും തുഫാൻ വാരിയറും. തുഫാൻ വാരിയർ എന്ന് വെച്ചാൽ നമ്മളൊക്കെ തുഫാൻ വാരിയേഴ്സാണ്. എല്ലാവർക്കും ഞാനിപ്പോൾ ബാഡ്ജ് കുത്തി കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അച്ഛന് ഞാൻ ബാഡ്ജ് കുത്തുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ബാഡ്ജ് ഇവിടെ തരും. എല്ലാവരെയും എനിക്ക് കുത്താൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പ്രതീകമായി പലക്കപ്പള്ളി അച്ഛനെ ഞാനിന്ന് തുഫാൻ വാരിയറാക്കുകയാണ്. ആദ്യത്തെ തുഫാൻ വാരിയർ പ്രശസ്ത സിനിമാ താരം മോഹൻലാലാണ്. അദ്ദേഹം എൻ്റെ തുഫാൻ വാരിയറായി മാറിയിരിക്കുകയാണ്. അതുപോലെ കേരളത്തിൽ എല്ലാവരും, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾ, NCC, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സമൂഹം, എല്ലാവരും തുഫാൻ വാരിയേഴ്സാണ്. തുഫാൻ വാരിയേഴ്സിൻ്റെ ഉദ്ദേശം, അവരുടെ ജോലി എന്താണ്? തുഫാൻ വാരിയേഴ്സ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അവബോധം ഉണ്ടാക്കുക, ജനങ്ങളെ ഇത് വഴിതെറ്റിപ്പോകാതിരിക്കാൻ പ്രേരിപ്പിക്കുക. അതോടൊപ്പം തന്നെ എവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലീസിനെ രഹസ്യമായി അറിയിക്കുക. നിങ്ങൾ ആരെങ്കിലും അറിയിച്ചാൽ ഒരിക്കലും നിങ്ങളുടെ പേര് വെളിപ്പെടുത്തത്തില്ല. അതാണ് തുഫാൻ വാരിയേഴ്സ്. മൂന്നാമത്തേതാണ് തുഫാൻ കെയർ. അതാണ് ഇവിടെ ആരംഭിക്കുന്നത്. തുഫാൻ കെയർ എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്നിന് അടിമകളായി മാറിയ ആളുകളെ ചികിത്സിക്കുക, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക. ഇത് 3 പദ്ധതിയാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ 3 പദ്ധതിയിൽ മൂന്നാമത്തെ പദ്ധതിയാണ് തുഫാൻ കെയർ.